ഹലോ അനിമേ ലവേഴ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഡീമൺ സ്ലെയർ സീസൺ 4-ലെ 8ാമത്തെ എപ്പിസോഡാണ്. ഡീമൺ സ്ലെയർ സീസൺ 4-ലെ അവസാനത്തെ എപ്പിസോഡ്. സോ ഇതിനു മുൻപുള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം, പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും 6 പേരെ തെരഞ്ഞെടുത്ത് മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ആളാണ് അബി വ്ലോഗ്സ്, രണ്ടാമത്തത് ടീം റോക്സ്, മൂന്നാമത്തത് KN ഡ്രാഗൺ, നാലാമത്തത് യൂണിക്കോൺ സിസ്റ്റേഴ്സ്, അഞ്ചാമത്തത് ഡാർക്ക് മാസ്ക്, ആറാമത്തത് പെയിൻ. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ 6 പേർക്കും ഒരു ബിഗ് താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ചാനലിലുള്ള ബാക്കിയുള്ള ആൾക്കാരും വിഷമിക്കേണ്ട, അവർക്ക് ഇനിയും അവസരമുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ തിരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ മാസ്റ്റർ ഉബുയേഷിക്കിയുടെ അടുത്തേക്ക് എത്തിയ മൂസാനോട് മാസ്റ്റർ പറയും, അങ്ങനെ അവസാനം നീ എന്റെ അടുത്തേക്ക് വന്നു, ഇപ്പൊ എന്റെ മുൻപിൽ നിൽക്കുന്നു മൂസാൻ കിബിറ്റ്സുജി. കഴിഞ്ഞ 1000 വർഷങ്ങളായിട്ട് എന്റെ കുടുംബവും ഡീമൺ സ്ലെയർ കോർപ്പും അന്വേഷിക്കുന്ന ആ ഒരു ഡീമൺ. അമ്മാനെ, നീ എനിക്ക് പറഞ്ഞതാ ഇവനെ കാണാൻ എങ്ങനെയുണ്ട്? ഇയാളെ കാണുമ്പോ 25നും 29നും ഇടയിൽ പ്രായം തോന്നിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇയാളുടെ കണ്ണിന്റെ നിറം ഒരു ലൈറ്റ് പിങ്ക് കളറാണ്. അതുപോലെ അയാളുടെ കണ്ണിന്റെ കൃഷ്ണമണി നീണ്ടിട്ടാണുള്ളത്, ഒരു പൂച്ചയെ പോലെ എന്ന അമ്മാനെ പറഞ്ഞു കൊടുക്കുമ്പോ മാസ്റ്റർ പറയും, ഓ ശരി, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. കാരണം നിനക്ക് എന്നോടും ഉബുയേഷിക്കി ഫാമിലിയോടും ദേഷ്യമുണ്ട്. എനിക്കറിയാമായിരുന്നു നീ എന്നെ വന്ന് കൊല്ലുമെന്ന്. എന്നിങ്ങനെ മാസ്റ്റർ പറയുമ്പോ തിരിച്ചു മൂസാൻ പറയും, ഞാൻ വളരെ നിരാശനാണ് ഉബുയേഷിക്കി. കഴിഞ്ഞ 1000 വർഷങ്ങളായിട്ട് എന്റെ കാര്യത്തിൽ ഇടപെട്ട ഒരു ഫാമിലിയുടെ തലവന്റെ അവസ്ഥ ഇപ്പോ എന്തൊരു ദയനീയമാണ്. അപമാനം, എന്തൊരു അപമാനകരം. നീ ഇപ്പൊ മരണത്തിന്റെ അടുത്താണ് ഉബുയേഷിക്കി. അത് കേട്ട് മാസ്റ്റർ പറയും, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു കുറച്ചു ദിവസത്തിനുള്ളിൽ ഞാൻ മരിച്ചു പോകുമെന്ന്. എന്നാൽ ഇപ്പോ ഞാൻ ജീവനോടെയുണ്ട്. അതിന് കാരണം ഒരിക്കലും തളർന്നു പോവാതെ നിന്നെ തോൽപ്പിക്കാനുള്ള എന്റെ ദൃഢനിശ്ചയമാണ്. അത് കേട്ട് മൂസാൻ പറയും, എന്നാൽ ഇന്ന് രാത്രി കൊണ്ട് നിന്റെ ആഗ്രഹം അങ്ങ് അവസാനിക്കും. കാരണം ഞാൻ നിന്നെ ഇപ്പൊ കൊല്ലും. അതിന് മാസ്റ്റർ പറയും, നിനക്കതിനെപ്പറ്റി അറിയില്ലേ, ഞാനും നീയും രക്തബന്ധം കൊണ്ട് ഒന്നാണ്. എന്നിരുന്നാലും നീ 1000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചതുകൊണ്ട് നമ്മൾ അത്ര അടുത്ത ബന്ധമൊന്നുമല്ല. അപ്പൊ മൂസാൻ പറയും, എനിക്കിത് കേട്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. സത്യത്തിൽ നീ എന്താണ് പറഞ്ഞു വരുന്നത്? അതിന് മാസ്റ്റർ, നിന്നെ പോലെയുള്ള ഒരു ഡീമണ് ജന്മം നൽകിയത് കൊണ്ട് എന്റെ ഫാമിലി ശപിക്കപ്പെട്ടു. ഫാമിലിയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളും ദുർബലരായി ശക്തിയില്ലാതെ മരിച്ചു പോകും. അങ്ങനെ ഫാമിലി മുഴുവനായിട്ട് നശിക്കാറായ ഒരു അവസ്ഥയിൽ അവരൊരു പുരോഹിതനെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ ഫാമിലി ഒരു ഡീമണ് ജന്മം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവനെ തോൽപ്പിച്ചാലേ ഞങ്ങളുടെ ഫാമിലി രക്ഷപ്പെടും. അതിനുശേഷം ഞങ്ങൾ ആ പുരോഹിതന്റെ തലമുറയിലുള്ള സ്ത്രീകളെ ഭാര്യമാരാക്കി. ശേഷം ഞങ്ങൾക്കുണ്ടാവുന്ന കുട്ടികൾ പെട്ടെന്ന് മരിക്കുന്നത് കുറവായി. എന്നിരുന്നാലും 30 വയസ്സിന് ശേഷം ആരും ജീവിച്ചിട്ടില്ല. അത് കേട്ട് മൂസാൻ പറയും, നിന്റെ വിഡ്ഢിത്തരം കുറച്ച് കൂടുന്നുണ്ട്. എനിക്കിത് കേട്ടിട്ട് ഛർദ്ദിക്കാൻ വരുന്നു. ഇനി നിന്റെ അസുഖം നിന്റെ തലച്ചോറിലേക്ക് വല്ലതും കയറിയോ? നീ പറയുന്നതും അതും തമ്മില് യാതൊരു ബന്ധവുമില്ല. നിനക്കൊരു കാര്യം അറിയോ? ഇത്രയും കാലമായിട്ടും എനിക്ക് ദൈവത്തിന്റെ അടുത്ത് നിന്ന് ഒരു ശിക്ഷ പോലും കിട്ടിയിട്ടില്ല. 100 കണക്കിന് 1000 കണക്കിന് ആൾക്കാരെ ഞാൻ കൊന്നിട്ട് പോലും എനിക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ 1000 വർഷത്തിനിടെ ഞാനൊരു ദൈവത്തിനെയോ ഒരു ബുദ്ധനെയോ പോലും കണ്ടിട്ടില്ല. അതിന് മാസ്റ്റർ പറയും, അപ്പോ നീ കാര്യങ്ങൾ ഇങ്ങനെയാണല്ലേ വിചാരിച്ചു വച്ചിരിക്കുന്നത്? പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയല്ല. ഇനി പറ മൂസാൻ, നിന്റെ സ്വപ്നം എന്താണ്? കഴിഞ്ഞ 1000 വർഷങ്ങളായിട്ട് എന്ത് തരത്തിലുള്ള സ്വപ്നമാണ് നിനക്കുള്ളത്? ഇത് കേൾക്കുന്ന മൂസാൻ തന്റെ മനസ്സിൽ പറയും, എനിക്കെന്തോ വിചിത്രമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ നാശം പിടിച്ച ഡീമൺ സ്ലെയർ കോപ്സിന്റെ ലീഡറിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ടും എനിക്ക് ഇവനോട് വെറുപ്പ് തോന്നുന്നില്ല. ഇതേ സമയത്ത് മാസ്റ്ററിന്റെ 2 മക്കൾ അവിടെ പന്ത് തട്ടി കളിക്കുന്നത് കാണുന്ന മൂസാൻ ചിന്തിക്കും, ഇവിടെ എന്താണ് ഇത്രയും വിചിത്രമായ ശാന്തത? എനിക്കിതെന്തോ ശരിയായിട്ട് തോന്നുന്നില്ല. പോരാത്തതിന് ഇത്രയും വലിയ വീട്ടിൽ വെറും 4 പേരേ ഉള്ളൂ, ഉബുയേഷിക്കി, അവന്റെ ഭാര്യ, അവന്റെ 2 മക്കൾ. അതിലുപരി ഇവരെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു ഗാർഡ്സോ ഒന്നുമില്ല. പെട്ടെന്ന് മാസ്റ്റർ പറയും, മൂസാൻ, നിന്റെ മനസ്സിലുള്ള സ്വപ്നം എന്താണെന്ന് എനിക്കറിയാം. നിന്റെ സ്വപ്നമാണ് ഇറ്റേണിറ്റി. അതിന്റെ അർത്ഥം നിനക്കെപ്പോഴും മരണമില്ലാതെ ജീവിക്കണം. അതിന് മൂസാൻ പറയും, അത് ശരിയാണ്. ഒരു പ്രാവശ്യം നെസുക്കോയെ എനിക്ക് കിട്ടിയാൽ എന്റെ സ്വപ്നം നടക്കും. അതിന് മാസ്റ്റർ പറയും, നിന്റെ സ്വപ്നം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല മൂസാൻ. അതിന് മൂസാൻ, എനിക്ക് തോന്നുന്നു
തോന്നുന്നത് നെസുക്കോയെ ഒളിപ്പിച്ചു വയ്ക്കുന്നതിൽ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ടെന്ന്. എന്തൊക്കെയായാലും ഈ ലോകത്ത് നിന്നേക്കാളും കൂടുതൽ സമയം എനിക്കാണുള്ളത്. അപ്പൊ മാസ്റ്റർ മൂസാനോട് പറയും, നിനക്ക് തെറ്റുപറ്റി മൂസാൻ. അതെന്താ? സത്യത്തിൽ ഇറ്റേണിറ്റി എന്താണെന്ന് എനിക്കറിയാം. ഇറ്റേണിറ്റി എന്നത് മനുഷ്യരുടെ ഉള്ളിലുള്ള വികാരമാണ്. അത് മനുഷ്യന്മാർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 1000 വർഷത്തിനിടെ ഇതുവരെ ഡീമൺ സ്ലെയർ കോർപ്പ് കാണാതായിട്ടില്ല. എണ്ണമില്ലാതെ ഒരുപാട് നിരപരാധികളായ കുട്ടികൾ മരിച്ചുപോയി. പക്ഷെ എന്നിട്ടും ഇപ്പോഴും ഡീമൺ സ്ലെയർ കോർപ്പ് നിലനിൽക്കുന്നുണ്ട്. നിനക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മനുഷ്യരുടെ വികാരം. നീ നേരത്തെ കളിയാക്കി പറഞ്ഞത് അതാണ് സത്യത്തിൽ ഇറ്റേണിറ്റി. അതിനൊരിക്കലും മരണമില്ല. ആ ഒരു വികാരം ഒരിക്കലും പൊറുക്കില്ല. ഇഷ്ടപ്പെട്ടവരുടെ ജീവൻ അന്യായമായി എടുക്കുമ്പോൾ ഒരാൾ പോലും നിനക്ക് മാപ്പ് തന്നിട്ടില്ല. ഈ 1000 വർഷത്തിനിടെ ഒരാൾ പോലും. അതുപോലെ നിനക്കൊരു കാര്യം അറിയോ മൂസാൻ? നീ വീണ്ടും വീണ്ടും പുലിയുടെ വാലിൽ ചവിട്ടി ഡ്രാഗന്റെ ദേഷ്യം വാങ്ങി വയ്ക്കുകയാണ്. സമാധാനത്തോടെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന അവരെ നീ ഉണർത്തി. അവരെപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിനക്കൊരിക്കലും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇനിയിപ്പോ ഇവിടെ വെച്ച് നീ എന്നെ കൊന്നാലും ഡീമൺ സ്ലെയർ കോർപ്പില് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. കാരണം ഞാൻ അത്ര വലിയ പ്രധാനപ്പെട്ട ഒരാളൊന്നുമല്ല. നിനക്കൊരിക്കലും മനുഷ്യരുടെ വികാരങ്ങളോ അവരുടെ ബന്ധങ്ങളോ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നീ ഒരു ഡീമണാണ്. ഇനി നീ എങ്ങാനും മരിച്ചുപോയാൽ നിന്റെ കൂടെ ബാക്കിയുള്ള എല്ലാ ഡീമൺസും ഇല്ലാതാവും അല്ലേ? അത് കേൾക്കുന്ന മൂസാന് പെട്ടെന്ന് ദേഷ്യം വരും. അത് മനസ്സിലാക്കുന്ന മാസ്റ്റർ പറയും, ഞാൻ പറഞ്ഞ കാര്യത്തിന് നീ പ്രതികരിച്ചു. അപ്പൊ അത് സത്യമാണ്. മതി, എനിക്കിത്ര മതി. നിന്നോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞു. പക്ഷേ എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ അത്ര പ്രധാനപ്പെട്ട ഒരാളല്ല എന്ന്. എന്നാൽ എന്റെ മരണത്തിന് ഒരിക്കലും ഒരു അർത്ഥമില്ലാതായി പോയില്ല. കാരണം ഡീമൺ സ്ലെയർ കോർപ്പ് എന്നെ ബഹുമാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്നെ സ്നേഹിക്കുന്ന ഹാഷിരമാർ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്റെ മരണം അവരുടെ ശക്തി, അവരുടെ ദേഷ്യം ആദ്യത്തേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറും. ഇത് കേൾക്കുന്ന മൂസാൻ മാസ്റ്ററിനോട്, നീ സംസാരിച്ചു തീർന്നോ എന്ന് ചോദിക്കുമ്പോൾ മാസ്റ്റർ പറയും, അതെ, നീ ഇത്രയും കേൾക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നന്ദിയുണ്ട് മൂസാൻ. അടുത്ത സീനിൽ എല്ലാ കാസുകായി കാക്കകളും ചേർന്ന് എമർജൻസി എമർജൻസി, എല്ലാവരും ഒന്നിച്ചു ചേരണം, മാസ്റ്റർ ഉബുയഷിക്കിയുടെ സ്ഥലം അറ്റാക്ക് ചെയ്യുന്നു. ഇതറിയുന്ന എല്ലാ ഹാഷിരമാരും മാസ്റ്ററിനെ രക്ഷിക്കാൻ വേണ്ടി അവരെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി വേഗത്തിൽ ഓടുന്നു. ഗീവിന്റെ കൂടെ ഓടുന്ന ടാഞ്ചിറോ അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തണേന്ന് പറഞ്ഞ് അവനും വേഗത്തിൽ ഓടുന്നു. അടുത്ത സീനിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് കാണിക്കുന്നത്. ഹാഷിരമാരെല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ സനമി പറയും, മാസ്റ്ററിന്റെ സംരക്ഷണത്തിന് വേണ്ടി കുറഞ്ഞതൊരു 2 പേരെങ്കിലും ഇവിടെ നിർത്തണം. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ മിസ്റ്റർ ഗ്യോമെ? അതിന് ഗ്യോമെ പറയും, ഞാൻ എന്റെ 19ാമത്തെ വയസ്സിൽ ഹാഷിരയായി. അത് കഴിഞ്ഞിട്ടുള്ള 8 വർഷം ഈ കാര്യം ഞാൻ മാസ്റ്ററിനോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഞാൻ എന്ത് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. അതിനു പകരം അദ്ദേഹം എന്നോട് പറയും, ഹാഷിരമാർ ഏറ്റവും വിലപ്പെട്ട ആൾക്കാരാണ്, അതുകൊണ്ട് അവരെ ഒരിക്കലും എന്റെ സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഷിനോബു പറയും, ഞാൻ കേട്ടത് ഉബുയഷിക്കി ഫാമിലിയിലുള്ള എല്ലാ ലീഡേഴ്സിനും സ്വന്തമായിട്ട് ഒരു ഗാർഡ് ഇല്ലായിരുന്നു എന്നാണ്. ഇപ്പൊ പ്രസന്റില് എല്ലാ ഡീമൺ സ്ലേയേഴ്സും മാസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി അവരെ കൊണ്ട് കഴിയുന്നതിന്റെ അത്രയും സ്പീഡിൽ ഓടുന്നു. ഇവിടെ മാസ്റ്ററിന്റെ അടുത്ത് മൂസാൻ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കൈ നീട്ടുമ്പോ അവര് നിൽക്കുന്ന സ്ഥലം പൊട്ടാൻ തുടങ്ങി. പെട്ടെന്ന് അത്രയും സ്ഥലം പൊട്ടിത്തെറിക്കുകയാണ്. ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അങ്ങനെ ഒരു വലിയ പൊട്ടിത്തെറിയോടെ ആ സ്ഥലം പൊട്ടിത്തെറിച്ച് നശിച്ചുപോയി. ഇത് കണ്ടുകൊണ്ട് വരുന്ന എല്ലാ ഹാഷിരമാരും ഞെട്ടി തരിച്ചു നിൽക്കും. അവർക്കെന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല. അത് കണ്ട് തരിച്ചു നിൽക്കുന്ന ടാഞ്ചിരോ, പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കൾ ഒരുപാടുണ്ട്. കത്തുന്ന ചോരയുടെയും ഇറച്ചിയുടെയും മണം. ഇവിടെ പൊട്ടിത്തെറിച്ച് കത്തിക്കരിയുന്ന മൂസാന്റെ ബോഡി ഒരു ഭാഗത്തേക്ക് വന്നു വീഴും. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും മൂസാൻ മരിച്ചിട്ടില്ല. ഉടനെ മൂസാൻ അവന്റെ പൊട്ടിത്തെറിച്ച ഭാഗങ്ങളെല്ലാം റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അവന്റെ മുഖത്ത് ബുദ്ധന്റേതുപോലെയുള്ള ചിരി നിലനിർത്തിക്കൊണ്ട് അവൻ തന്റെ ശരീരം പൊട്ടിത്തെറിപ്പിച്ചു. കൂടെ അവന്റെ ഭാര്യയും 2 മക്കളും പൊട്ടിത്തെറിയിൽ കഷ്ണമായി. ഞാൻ അവനെ തെറ്റിദ്ധരിച്ചു. ഞാൻ ആ മനുഷ്യനെ ഉബുയഷിക്കിയെ ഒരു സാധാരണ മനുഷ്യനായി വിലയിരുത്തി. എന്നാൽ അവൻ ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണ്. എനിക്കറിയാമായിരുന്നു ഇവിടെ എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടാവുമെന്ന്. പക്ഷെ അത് ഇത്ര വലുതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പൊട്ടിത്തെറിയുടെ ശക്തി കൂട്ടാൻ വേണ്ടി ചെറിയ ചെറിയ മുൾക്കമ്പികൾ ഉണ്ടായിരുന്നു, ഒരു തരത്തിലുള്ള മാക്കിഷിബി പോലെ. ഇതുകൊണ്ട് എന്റെ റീജനറേഷന്റെ സ്പീഡ് കുറയ്ക്കാൻ കഴിയും. ഇതിന്റെ അർത്ഥം ഇനിയും മറ്റെന്തൊക്കെയോ ബാക്കിയുണ്ട്. ഉബുയാഷിക്ക് മറ്റെന്തൊക്കെയോ പ്ലാനുകളുണ്ട്. ഇവിടേക്ക് മനുഷ്യര് കൂട്ടത്തോടെ വരുന്നത് എനിക്കറിയാൻ കഴിയുന്നുണ്ട്. മിക്കവാറും ആശരകളായിരിക്കും. എന്നാൽ അതല്ലാതെ മറ്റെന്തോ ഉണ്ട്. ആ ഉബുയാഷിക്ക് അവനെ തന്നെ ഒരു ഇരയാക്കി മാറ്റി. അതുപോലെ അവൻ എന്നോടുള്ള വെറുപ്പ് ഒരു പാമ്പിനെ പോലെ അവന്റെ കറുത്ത മനസ്സിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. ഇത്രയും ചെറിയ പ്രായത്തിൽ കൊലപാതകം ചെയ്യാനുള്ള സ്വഭാവം അവൻ തന്റെ ഉള്ളിൽ മറച്ചു വെച്ചത് തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. അവന്റെ ഭാര്യയും കുട്ടികളും ഈ ഒരു പ്ലാൻ നേരത്തെ അറിഞ്ഞുകൊണ്ടാണോ ചെയ്തത്? മതി, ഇതൊന്നുമല്ല എന്റെ ഇപ്പോഴത്തെ പ്രശ്നം. എന്റെ ശരീരം പെട്ടെന്ന് തന്നെ റീജനറേറ്റ് ആവും എന്ന് പറയുമ്പോൾ മൂസാന്റെ ശരീരം മുഴുവൻ റീജനറേറ്റ്
റീജനറേറ്റ് ആയി. പക്ഷെ പെട്ടെന്നാണ് മൂസാന്റെ ചുറ്റും കുറച്ച് പ്രത്യേക തരം ബ്ലഡ് ഡീമൺ ആർട്ടിന്റെ ബോളുകൾ വരുന്നത്. പെട്ടെന്നാണ് അതിൽ നിന്ന് ഒരുപാട് മുള്ളുകൾ പുറത്തേക്ക് വന്ന് മൂസാന്റെ ദേഹത്തേക്ക് കുത്തിക്കയറുന്നത്. കുത്തിക്കയറിയതിൽ നിന്ന് വീണ്ടും ഒരുപാട് മുള്ള് മൂസാന്റെ ദേഹമാകെ പടരും. മൂസാൻ ഒരു അടി അനങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഇത് ആരുടെ ബ്ലഡ് ഡീമൺ ആർട്ടാണ്? ഇതിന്റെ മുള്ളുകൾ എന്റെ ദേഹം മൊത്തം കുത്തിക്കയറിയിട്ടുണ്ട്. എനിക്കിതൊരിക്കലും കളയാൻ കഴിയില്ല. പക്ഷേ ഇത് അത്ര അധികമൊന്നുമില്ല. ഞാനിത് അബ്സോർബ് ചെയ്തെടുക്കും എന്ന് മൂസാൻ പറയുമ്പോഴാണ് പെട്ടെന്ന് ടമായോ വന്ന് മൂസാന്റെ വയറിലേക്ക് തന്റെ കൈ കുത്തിയിറക്കിയത്. ടമായോ, നീ എന്താ ഇവിടെ? അതിന് ടമായോ പറയും, ഈ ബ്ലഡ് ഡീമൺ ആർട്ട് ആരുടേതാണെന്ന് നിനക്കറിയോ? പണ്ട് അസാക്കുസയിൽ വെച്ച് നീ ഡീമൺ ആക്കി മാറ്റിയ ആ മനുഷ്യന്റേത് തന്നെ. ഇത് കേൾക്കുന്ന മൂസാൻ ചിന്തിക്കും, ഇവൾ എന്റെ അടുത്തേക്ക് എത്തിയത് ബ്ലഡ് ഡീമൺ ആർട്ട് ഓഫ് കൺസീൽമെന്റ് ഉപയോഗിച്ചിട്ടാണ്. ഇവളുടെ ലക്ഷ്യം എന്താണ്? ഇവൾ എന്താ ചെയ്തത്? ഇവളെന്തിനാ ഇവിടെ വന്നത്? ഇപ്പൊ ടമായോ പറയും, മൂസാൻ, നീ എന്റെ കൈ അബ്സോർബ് ചെയ്തല്ലേ? എന്നാൽ എന്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നതെന്ന് നിനക്കറിയോ? അത് ഡീമൺസിനെ തിരിച്ച് മനുഷ്യനാക്കുന്ന മരുന്നാണ്. എങ്ങനെയുണ്ട്? നിന്നിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ? അത് കേൾക്കുന്ന മൂസാൻ പറയും, ഇല്ല, അങ്ങനെ ഒരു മരുന്നില്ല. അത് കേൾക്കുന്ന ടമായോ, അത് ഞാനാണ് ഉണ്ടാക്കിയെടുത്തത്. സാഹചര്യങ്ങളൊക്കെ പഴയതിനേക്കാൾ ഒരുപാട് മാറിപ്പോയി മൂസാൻ. എന്നിരുന്നാലും ഈ മരുന്നുണ്ടാക്കിയത് ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല. ഇത് കേട്ട് ദേഷ്യം വരുന്ന മൂസാൻ തന്റെ നഖം ടമായോയുടെ തലയിൽ കുത്തിയിറക്കി. എന്നിട്ട് പറയും, ടമായോ, നീ ഒരു നിഷ്കളങ്കമായ ലേഡിയാണ്. എന്നിരുന്നാലും നിന്നെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. നിന്റെ ഭർത്താവിനെയും നിന്റെ കുട്ടിയെയും ആരാ കൊന്നത്? അതിന് ഞാനാണോ? അല്ല, അത് മറ്റാരുമല്ല, നീ തന്നെയാണ്. നീ അവരെ കൊന്നു തിന്നു. മൂസാൻ പറയുന്നത് കേൾക്കുന്ന ടമായോ കരഞ്ഞുകൊണ്ട് പറയും, എനിക്കത് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ഡീമൺ ആവില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് എന്റെ അസുഖം കാരണം എനിക്ക് മരിക്കണ്ട എന്നാണ്. അതിന് കാരണം എന്റെ കുട്ടി വളർന്നു വലുതാവുന്നത് എനിക്ക് കാണണമായിരുന്നു. അത് കേട്ട് മൂസാൻ പറയും, അതിന് ശേഷവും നീ ഒരുപാട് മനുഷ്യന്മാരെ കൊന്ന് തിന്നിട്ടുണ്ടല്ലോ. ചിലപ്പോ അതെനിക്ക് തോന്നിയതാണോ? അതെ, ഞാനത് ചെയ്തിട്ടുണ്ട്. എന്റെ സങ്കടം കാരണം ഞാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. പിന്നെ ആ പാപങ്ങളൊക്കെ കളയാൻ വേണ്ടി ഞാൻ നിന്റെ കൂടെ ഇവിടെ വെച്ച് മരിക്കും. മിസ്റ്റർ ഗ്യോമെ, ഇനി നിങ്ങളുടെ അവസരമാണ്. പെട്ടെന്നാണ് ഗ്യോമെ തന്റെ പ്രത്യേക ആയുധം കറക്കി കറക്കി ഓടി വന്ന് നമു അമിത ബുത്സു എന്ന് പറഞ്ഞ് ഒരൊറ്റ അടിക്ക് മൂസാന്റെ പകുതി ശരീരം തെറിപ്പിച്ചു കളയും. അടുത്ത സീനിൽ ഗ്യോമയുടെ പാസ്റ്റ് ആണ് കാണിക്കുന്നത്. എന്റെയും മാസ്റ്ററുടെയും ആദ്യത്തെ മീറ്റിംഗ് ആണിത്. അന്ന് മാസ്റ്ററുടെ വയസ്സ് 14, എന്റെ വയസ്സ് 18. അദ്ദേഹത്തിന്റെ പെരുമാറ്റം കാരണം അദ്ദേഹത്തിന് എന്നേക്കാൾ 4 വയസ്സ് കുറവാണെന്ന് പറയുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അദ്ദേഹം എന്നോടന്ന് പറഞ്ഞത്, നീ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഫൈറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഒരു കൊലപാതകിയല്ല. അദ്ദേഹം എപ്പോഴും മറ്റുള്ളവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് പറയാറുള്ളത്. അന്നു മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെ അതിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഇപ്പൊ മാസ്റ്റർ പറയും, ഇനി 5 ദിവസത്തിനുള്ളിൽ മൂസാൻ ഇവിടേക്ക് വരും. എന്നെ ഒരു ഇരയായി ഉപയോഗിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി മൂസാന്റെ തല വെട്ടണം. അതിന് ഗ്യോമെ ചോദിക്കും, നിങ്ങളിപ്പോ അത് ചിന്തിക്കാൻ എന്താ കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അത് വെറും എന്റെ തോന്നൽ മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഈ തോന്നൽ ഉബുയഷിക്കി ഫാമിലിയുടെ ഒരു കഴിവാണ്. ചിലർ പറയുന്നത് ഭാവി കാണാനുള്ള ഒരു കഴിവാണിതെന്ന്. ഇതുപയോഗിച്ച് അവർക്ക് ഒരുപാട് സമ്പത്തുണ്ടാക്കാൻ കഴിയും. വരാൻ പോകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയും. എന്നിട്ട് മാസ്റ്റർ പറയും, ബാക്കിയുള്ള കുട്ടികൾ എന്നെ ഒരു ഇരയായിട്ട് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. എനിക്കിത് നിന്നോട് മാത്രമേ പറയാൻ കഴിയൂ ഗ്യോമെ. അത് കേൾക്കുന്ന ഗ്യോമെ, എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ മാസ്റ്റർ. എന്റെ ബാക്കിയുള്ള വിലയേറിയ കുട്ടികളുടെ ജീവൻ പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഇവിടെ മൂസാൻ തന്റെ നശിച്ചുപോയ തല മുഴുവൻ റീജനറേറ്റ് ചെയ്യും. അത് കാണുന്ന ഗ്യോമെ, മാസ്റ്റർ പറഞ്ഞത് ശരിയാണ്. അവന്റെ കഴുത്ത് മുറിച്ചാലും അവൻ മരിക്കില്ല. അവനെ നശിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി സൂര്യപ്രകാശം മാത്രമാണ്. സൂര്യൻ ഉദിക്കുന്നത് വരെ യുദ്ധം ചെയ്യണം. പക്ഷേ അവന്റെ റീജനറേഷന്റെ സ്പീഡ് വളരെ പെട്ടെന്നാണ്. റീജനറേഷന്റെ ആ സൗണ്ട് കേൾക്കുമ്പോഴേ എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്, ഞാൻ ഇതിനു മുൻപ് നേരിട്ടിട്ടുള്ള ഡീമൺസിനെയൊക്കെ വെല്ലുന്ന സ്പീഡാണിത്. മാസ്റ്റർ ചെയ്ത പൊട്ടിത്തെറിയും ഞങ്ങളുടെ കൂടെ ചേർന്ന ആള് അവനെ തളർത്തിയിട്ട് പോലും അവൻ എന്തൊരു സ്ട്രെങ്ത് ആണ്. എനിക്ക് ഈ ഒരു മോൺസ്റ്ററിനെ സൂര്യപ്രകാശം വരുന്നത് വരെ പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞ് ഗ്യോമെ മൂസാന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോ മൂസാൻ ബ്ലാക്ക് ബ്ലഡ് ബ്രാമ്പിൾസ് എന്ന് പറയുന്ന ഒരു അറ്റാക്ക് ഗ്യോമയ്ക്ക് നേരെ അയക്കുന്നു. പക്ഷെ ഗ്യോമെ സ്റ്റോൺ ബ്രീത്തിങ് 3rd ഫോം ഉപയോഗിച്ച് ആ അറ്റാക്ക് എല്ലാം അടിച്ചു തകർത്തു. ഇപ്പൊ അവിടേക്ക് ഓടിയെത്തിയ സനമി മൂസാനെ കണ്ടു. നീയാണോ അത് മാസ്റ്ററിനോട് ചെയ്തത് എന്ന് സനമി പറയുമ്പോ അവിടേക്ക് ബാക്കിയുള്ള മുഴുവൻ ഹാഷിരാസും എത്തി. അവരെ കാണുന്ന ഗ്യോമെ ചിന്തിക്കും, ഇവിടേക്കിപ്പോ എല്ലാ ഹാഷിരയും എത്തി, അതിനർത്ഥം മാസ്റ്ററിന്റെ പ്ലാൻ വർക്കായി എന്ന് ചിന്തിക്കുന്ന ഗ്യോമെ അലറി വിളിച്ചുകൊണ്ട് പറയും, ഇതാണ് മൂസാൻ കിബുത്സുജി. അവന്റെ കഴുത്ത് നിങ്ങൾ വെട്ടിയാൽ പോലും അവൻ മരിക്കില്ല. അത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിത്തരിച്ചു പോവും. ഇതാണ് മൂസാൻ, ഇതാണവൻ
എന്ന് എല്ലാ ഹാഷിരകളും പറയും. പെട്ടെന്ന് തന്നെ എല്ലാ ഹാഷിരമാരും ടാഞ്ചിരോയും അവരുടെ ബ്രീത്തിങ് ഫോം ഉപയോഗിച്ച് മൂസാനെ വെട്ടാൻ വേണ്ടി ഓടി വരും. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഹാഷിരയായി മാറിയത്. അവരങ്ങനെ അവന്റെ അടുത്തെത്തിയതും മൂസാൻ ഒന്ന് ചിരിക്കും. പെട്ടെന്നാണ് നാക്കിമെ അവളുടെ പവർ ഉപയോഗിച്ച് ഇൻഫിനിറ്റി കാസൽ അവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു കാര്യം പ്രതീക്ഷിക്കാത്ത എല്ലാ ഹാഷിരമാരും ടാഞ്ചിരോയും ആ ഒരു ഇൻഫിനിറ്റി കാസലിലേക്ക് വീണുപോയി. പക്ഷേ ഇവര് മാത്രമല്ല ഇൻഫിനിറ്റി കാസലിലേക്ക് വീണത്, മുഴുവൻ ഡീമൺ സ്ലെയർ കോർപ്പുമാണ്. ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗന്യ, ഭക്ഷണം തിന്നുകൊണ്ടിരിക്കുന്ന ഇനോസുകെ, അങ്ങനെ മുഴുവൻ ഡീമൺ സ്ലേയേഴ്സും അവർക്ക് മുൻപിൽ തുറന്ന ഇൻഫിനിറ്റി കാസലിന്റെ വാതിലിലൂടെ എല്ലാവരും അവിടേക്ക് എത്തി. ഇപ്പൊ ഇൻഫിനിറ്റി കാസലിലേക്ക് എത്തിയ ഇനോസുകെ, അവന്റെ കാര്യം നമുക്ക് അറിയാലോ. ഇനോസുകെ എന്തിനു റെഡിയാണ്. ഇനോസുകെ തന്നെ മാസ്ക് ഇട്ട് 2 വാളും പിടിച്ച് പുറത്തുള്ളതിനേക്കാൾ ഏറെ സന്തോഷത്തിൽ ഇൻഫിനിറ്റി കാസൽ കണ്ട് എന്തിനും റെഡിയാണെന്ന രീതിയിൽ താഴേക്ക് പോയി. ഗന്യയ്ക്ക് ഇത് എവിടെയാണ് എത്തിയതെന്ന് പോലും അറിയില്ല. അവൻ വെടിവെച്ചു, താഴേക്ക് എത്തി, അത്രമാത്രം. അടുത്തത് മിസ് കാനോ ടാഞ്ചിരോയെ പോലെ എല്ലാവരെയും സഹായിക്കുന്നു. അടുത്തതാണ് ഗായ്സ് നമ്മളെല്ലാവരും കാത്തിരുന്ന മൊമെന്റ്. ഒരേ ഒരു വാള് മാത്രം, അതെടുക്കുന്നത് നമ്മുടെ സെനിറ്റ്സ് തന്നെ. പക്ഷേ എന്നത്തേതിനെയും പോലെ കരഞ്ഞ് ടാഞ്ചിരോയെ ചീത്ത വിളിക്കുന്നതിന് പകരം സൈലന്റ് ആയിട്ട് നല്ല സീരിയസോടെ ഇനി അങ്ങോട്ട് കണ്ണ് തുറന്ന് ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ സെനിറ്റ്സ് തീരുമാനിച്ചു. അതുപോലെ താഴേക്ക് എത്തിയ എല്ലാ ഹാഷിരമാരും ഇൻഫിനിറ്റി കാസൽ കണ്ട് അത്ഭുതപ്പെടുന്നുണ്ട്. ഇപ്പൊ താഴേക്ക് വീഴുന്ന ടാഞ്ചിരോ മൂസാനെ കണ്ടു. മൂസാൻ ടാഞ്ചിരോയോട് പറയും, നിങ്ങൾ എന്താ വിചാരിച്ചേ എന്നെ ഒരു മൂലയിലേക്ക് ഇട്ട് എന്നെ അങ്ങ് കൊല്ലാമെന്നോ? പക്ഷെ അത് നടക്കില്ല. നിങ്ങളൊക്കെ ഇപ്പൊ പോകുന്നത് നരകത്തിലേക്കാണ്. ഇന്ന് രാത്രി കൊണ്ട് ഞാൻ എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെയും കൊന്നുകളയും. അത് കേട്ട് ദേഷ്യം പിടിക്കുന്ന ടാഞ്ചിരോ, നീയാണടാ നരകത്തിലേക്ക് പോകുന്നത്, ഞാൻ നിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. എന്നാ നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ ചെയ്യേ ടാഞ്ചിരോ കമാഡോ. ഞാൻ നിന്നെ തീർച്ചയായും തോൽപ്പിക്കും മൂസാൻ കിബുട്സുജി എന്ന് ടാഞ്ചിരോ പറഞ്ഞ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഡീമൺ സ്ലെയർ സീസൺ 4 അവസാനത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സോ അറ്റ് ലാസ്റ്റ് സീസൺ 4 അങ്ങനെ അവസാനിച്ചു. സീസൺ 5 ഇൻഫിനിറ്റി കാസൽ ആർക്കിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇനി വരാൻ പോകുന്ന ആർക്ക് 3 മൂവീസ് ആയിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത്. സോ അത് കാണാൻ വേണ്ടി എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്: മൂസാൻ കിബുട്സുജിയുടെ ഡ്രീം എന്താണ്? മൂസാൻ കിബുട്സുജിയുടെ സ്വപ്നം എന്താണ്? അതെന്താണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ തെരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമെ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.